ജസ്ന സലീം. ജസ്ന സലീമിനെ പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് കണ്ണനെ വരച്ച് കണ്ണനേക്കാൾ പ്രമുഖയായ വ്യക്തിയാണ് ഈ ജസ്ന സലീം. ജസ്ന സലീം ഒരു സൂപ്പർ ആരോപണം അങ്ങോട്ട് നടത്തിയിരിക്കണു. എന്താണ് ആരോപണം എന്നറിയോ? സ്മൃതി എന്ന് പറയുന്ന റിയാക്ഷൻ ബ്ലോഗറെ കുറിച്ച് ചില അസഭ്യ വചനങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഈ അസഭ്യ വചനത്തിൽ എത്രത്തോളം ശരിയുണ്ട് എന്ന് വ്യക്തമായി പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്ന സുഹൃത്തുക്കളെ. കൂടുതലായി അടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജസ്ന സലീമിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഈ ജസ്ന സലീം എന്ന് പറയുന്ന പുള്ളിക്കാരി കണ്ണന്റെ പടം വരച്ച് വിൽക്കുന്നു. ഇതാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗം. അതോടൊപ്പം യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലും വന്നിട്ട് കണ്ട അപരാധമൊക്കെ പറയുന്ന ഒരു വ്യക്തിത്വമാണ് ഈ ജസ്ന സലീം. അതോടൊപ്പം തന്നെ സ്മൃതി എന്ന് പറയുന്നൊരു യൂട്യൂബർ ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മളെക്കാട്ടിലൊക്കെ ഒത്തിരി വലിയ യൂട്യൂബേഴ്സാണ് ഇവർ രണ്ടും. ഈ സ്മൃതി എന്ന് പറയുന്ന ആള് സമൂഹത്തിൽ നടക്കുന്ന അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണ് സ്മൃതി. അപ്പോൾ ഈ ജസ്ന സലീമിനെതിരെ സ്മൃതി കുറച്ച് വീഡിയോസ് ചെയ്തു. ഈ വീഡിയോസ് ജസ്ന സലീമിന് കയറി കൊണ്ടു. ബാഹുബലിയിൽ വിട്ട മറ്റേ അമ്പു പോലെ വന്ന് തറച്ചെങ്കിയിരുന്നു. പുള്ളിക്കാരി എന്ത് ചെയ്തു? ഒരു ആരോപണം അങ്ങോട്ടങ്ങ് അഴിച്ചു വിട്ടു. എന്താണ് ആരോപണം? കൊയിലാണ്ടിയിൽ ഒരു ആശുപത്രിയിൽ വെച്ചിട്ട് സ്മൃതി അവരുടെ ഗർഭം അലസിപ്പിക്കാനായിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി അത് കണ്ടു. ഇതാണ് ആരോപണം. സുജിത്ത് എന്ന് പറയുന്ന ഒരുത്തനാണ് ഈ ഗർഭം ഉണ്ടാക്കിയ വ്യക്തി. ഈ സാധനം സ്മൃതി മനസ്സാ വാച കർണാടക അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇതൊക്കെയാണ് നമ്മുടെ കണ്ണനെ വരച്ച് ആ സാധനമായ ജസ്ന സലീം പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ ആവശ്യമെന്നൊന്ന് വ്യക്തമായിട്ട് കണ്ടുപോകാം. ആദ്യം സ്മൃതി പറയുന്നത് കേൾക്കാം, എന്നിട്ട് നമുക്ക് ജസ്നയുടെ ആരോപണത്തിലേക്ക് പോകാം. ഞാൻ ഇങ്ങനെ പോകുന്നതിന് വലിയൊരു കാരണമുണ്ട് കേട്ടോ. നമ്മൾ ഈ തവണ പുറകിൽ നിന്ന് മുമ്പിലേക്കാണ് വരുന്നത്, എപ്പോഴും പോകുന്ന സ്ഥിര ഓർഡറിലല്ല. അപ്പോൾ ആദ്യം നമുക്ക് സ്മൃതി പറയുന്നത് കേൾക്കാം. കൊച്ചെ, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ആദ്യം നീ ഇന്നലെ മിനിഞ്ഞാന്ന് ചെയ്ത വീഡിയോ റിമൂവ് ചെയ്യണ്ട, പ്രൈവറ്റ് ആക്കി വെച്ചോ. ബാക്കിയുള്ളതിന്റെ ഒക്കെ തമ്പൈനെ മാറ്റിക്കും. ഞാനിത് റിമൂവ് ചെയ്യും. അതിലേക്കപ്പുറം ഒന്നും ഞാൻ ചെയ്യില്ല. ഇനിയിപ്പം കുട്ടി പറഞ്ഞു ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു വീഡിയോ സന്ദേശം വന്നു. ഈ ജസ്ന സലീമിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനൊരു ആരോപണം വന്നു. അപ്പോൾ സ്മൃതി അധികം ഏജ് ഒന്നും ഇല്ലാത്തൊരു കുട്ടിയാണ്. പുള്ളിക്കാരിക്ക് കയറിങ്ങ് കൊളുത്തി പുള്ളിക്കാരി പാനിക്കായി. അതായത് ഇത്ര വലിയൊരു വൃത്തികെട്ട ആരോപണം തനിക്കെതിരെ വന്നപ്പോൾ സ്മൃതി എന്ത് ചെയ്ത് ജസ്നയെ കോണ്ടാക്ട് ചെയ്തിട്ട് കാര്യം പറഞ്ഞു. വീഡിയോ റിമൂവ് ആക്കണം, എന്നിട്ട് നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ടൊരു മാപ്പ് വീഡിയോ ഇടണമെന്ന്. അതിന്റെ മറുപടിയാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് മത തീവ്രവാദി ആക്കാൻ അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ കുട്ടി ശ്രമിച്ചു, നോ പ്രോബ്ലം. ഇനി കംപ്ലൈന്റ് ഇനിയിപ്പം മത തീവ്രവാദി ആ വാദിയാക്കാൻ കുട്ടി ശ്രമിക്കുന്നെങ്കിൽ ശ്രമിച്ചെന്നാണ് പറയുന്നത്. പക്ഷെ അപ്പുറത്ത് ജസ്ന സലീം ഈ സ്മൃതി അങ്ങനെ ആക്കുമെന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. എന്താണെന്തോ കുട്ടി പറഞ്ഞിട്ടുണ്ടായി കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ പോയിട്ട് കുട്ടി എന്താ ഇഷ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കിക്കോ, എനിക്കൊരു വിഷയമില്ല. എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കേ. ആവശ്യമില്ലാതെ എടുത്തിട്ടതല്ല. ഒരുപാട് ഞാൻ പരാതി കൊടുത്തു. എന്നോട് CI സഹിതം പറഞ്ഞ് തിരിച്ചു പറയാൻ പോടുന്നതാണ്. അല്ലാതെ എനിക്ക് ഇതിനൊരു മോചനം വേണ്ടേ? ഡെയിലി എന്നെ കുറിച്ച് ഇങ്ങനെ വ്യാജപ്രചാരണം നടത്തുമ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? വ്യാജപ്രചാരണം നടത്തുമ്പോൾ അതിന്റെ വിഷം എന്താന്നുള്ളത് അത് കുടുംബത്തിൽ അനുഭവിക്കുമ്പേ മനസ്സിലാവുള്ളൂ. അതായത് പുള്ളിക്കാരി കേസുമായിട്ട് പോയി ജസ്ന സലീം. അപ്പൊ പോലീസുകാരും അവര് പറഞ്ഞില്ലേ, നീയും പറഞ്ഞോളാൻ പറഞ്ഞു. നല്ല പോലീസ് അങ്ങനെ പറയണം. പുള്ളിക്കാരി വന്നിട്ട് ചിന്തിച്ചു, എന്താണ് എന്നെ കുറിച്ച് വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വേദന നീ നിന്റെ കുടുംബം അറിയണമെങ്കിൽ നിന്നെക്കുറിച്ച് വ്യാജ പ്രചാരണങ്ങൾ ഇവിടെ ഒഴുകി നടക്കണം. പുള്ളിക്കാരി അതിനെ സമ്മതിച്ചു, ഞാൻ നടത്തിയത് വ്യാജ പ്രചാരണമാണെന്ന്. ബാക്കിയൂടെ കേൾക്കാം. ഇത് വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. മൊത്തം കാണണം കേട്ടോ, വീഡിയോ ഫുള്ള് കാണണം. അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേ വീഡിയോക്ക്. ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോ. ഞാൻ ഒരുപാട് കേസ് തനിക്ക് ഞാൻ അയച്ചെന്നില്ല. മോൻ പോലും പരാതി കൊടുത്തു. അതിൽ ഈ സ്മിതയുടെ പേരുണ്ട്. ശ്രദ്ധിച്ചോ? ഞാൻ വേണേൽ അതിന്റെ ഫോട്ടോ അയച്ചു തരാം. അത്രമേൽ ഇങ്ങനെ വ്യാജ പ്രചരണം. ഞാൻ സ്റ്റേഷനിൽ പോയപ്പോൾ എന്നോട് CI പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളെ പറ്റി പറയുന്നുണ്ട്, നിങ്ങളും തിരിച്ചു പറയും. വേറൊരു ഓപ്ഷൻ അവർ പറയുന്നില്ല. എനിക്കിതേ ഓരോ ഓപ്ഷൻ ഉള്ളൂ. അപ്പൊ ഇല്ലാ വചനം പറയുമ്പോഴുള്ള വിഷമം എനിക്ക് ഒരു ഇല്ലാവചനം പറയുമ്പോഴുള്ള വിഷമം നീ പറയണം. ഞാൻ കുറേ ഇല്ലാവചനം പറയും. ഇവര് മണ്ടിയാണോ മണ്ടിയായിട്ട് അഭിനയിക്കുന്നതാണോ ജസ്ന സലീം? അഭിനയിക്കുന്നാകാൻ വഴിയില്ലേ? വേറുണ്ടായിട്ട് നിങ്ങളെല്ലാവരും കൂടി എനിക്ക് ഗർഭം ഉണ്ടാക്കി തന്നു. അപ്പൊ വിവാഹം കഴിക്കാത്ത ആ കൊച്ചി, ഞാൻ അവളുടെ പേരോ കാര്യങ്ങളോ പറഞ്ഞില്ലല്ലോ. അത് സംബന്ധിച്ച് അവിടെ പോയി. അത് ആരും എന്തെന്നൊന്നും പറയുന്നില്ലല്ലോ.
അപ്പോൾ അതാണ് ജസ്ന സലീമിൻ്റെ ഭാഗത്ത് നിന്ന് വന്നൊരു സാധനം എന്ന് പറയുന്നത്. ഇനി ഈ സ്മൃതി ജസ്ന സലീമിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി നമുക്കൊന്ന് കേട്ടാലോ. കാരണം സ്മൃതി കേൾപ്പിക്കുമ്പോൾ ജസ്നയുടെ വോയിസ് മാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ, ജസ്ന കേൾപ്പിക്കുമ്പോൾ സ്മൃതിയുടെ വോയിസ് മാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടെ ലയിച്ചാലല്ലേ യോജിച്ചാലല്ലേ നമുക്ക് കാര്യം പിടികിട്ടു. അപ്പം നമുക്ക് സ്മൃതി എങ്ങനെയാണ് ഭീഷണിപ്പെടുത്തിയത് നമുക്കൊന്ന് കേൾക്കാം. ഇത് തെറ്റാണെന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ്. ഇത് പകുതിക്ക് തൊട്ടയക്കുന്ന കേട്ടോ. ഇതിന് മുമ്പത്തെ ഭീഷണി നമ്മൾ കേട്ടിട്ടില്ല. ഈ പകുതിക്ക് ശേഷമുള്ള ഭീഷണിയെ നമ്മൾ കേൾക്കാൻ നമുക്ക് അവർ പുറത്ത് വിട്ടിട്ടുള്ളൂ. അപ്പോൾ അത്ര നമ്മൾ കേൾക്കുന്നുള്ളൂ. അതോടൊപ്പം തന്നെ സ്മൃതി അങ്ങോട്ട് വിളിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സ്മൃതിയുടെ ഭീഷണി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എല്ലായിടത്തും കൊണ്ട് കേസ് കൊടുക്കും. ഞാൻ BJP കൊടുക്കും, കോൺഗ്രസിലും കൊടുക്കും, എല്ലായിടത്തും കേസ് കൊടുക്കും. എല്ലാ പൊളിറ്റീഷ്യന്മാരുടെ ഞാൻ കൊണ്ട് കേസ് കൊടുക്കും. എവിടെ വരെ ഞാൻ കേസ് കൊടുക്കും. പിന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആരെ സപ്പോർട്ട് ചെയ്യാതിരിക്കാനുള്ള വഴി എനിക്കറിയാം. ഞാൻ കൊയിലാണ്ടി ആശുപത്രി പോകും. ആശുപത്രി പോയിട്ട് കൊയിലാണ്ടി ആശുപത്രി ഞാൻ വന്നു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഇതുപോലെ ചെയ്തു, ഇതുപോലെ വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞ് ഞാൻ കൊയിലാണ്ടി ആശുപത്രി പോയിട്ട് അവിടുത്തെ എല്ലാ ലിസ്റ്റും എല്ലാ സകലമായ സാധനവും എടുത്ത് ആ ആശുപത്രിക്കാരെ കൊണ്ട് പോലും ഞാൻ കേസ് കൊടുപ്പിക്കും. കാരണം ഒരു ആശുപത്രിയെ കുറിച്ചിട്ട് കൂടിയാണ് ആവശ്യം പറഞ്ഞത്. കേസ് കൊടുപ്പിക്കട്ടെ. ഞാൻ അവിടെ പോകും. എനിക്ക് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ കൊയിലാണ്ടി ആശുപത്രി പോകും. ഒരു ഹോസ്പിറ്റൽ ഉൾപ്പെടെ വന്ന് എന്റെ കൂടെ വന്ന് കേസ് പറയുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ അകത്ത് കിടക്കും. അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ പറയുവാണ്, അത് വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്തിട്ട് മാപ്പ് പറഞ്ഞ് വീഡിയോ ഇട്ടോ. ഓക്കെ, ഇതാണ് സ്മൃതി അങ്ങോട്ട് പറഞ്ഞത്. ഈ BJPക്കും കോൺഗ്രസിനും ഒക്കെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ സെറ്റപ്പ് എന്തെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെന്തായാലും ഒരു ഭീഷണിയാവും. ഏതായാലും നമുക്ക് ഈ ചാറ്റ് ഒന്ന് ഇടമൂറിക്ക് കീറി പരിശോധിച്ച് കഴിഞ്ഞാൽ സ്മൃതി അങ്ങോട്ട് വാട്സപ്പിൽ കോൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എല്ലാ തമ്മിലും റിമൂവ് ആക്കാം, വീഡിയോ ഡിലീറ്റ് ചെയ്തേക്ക്, പിന്നെ ഇതിനെപ്പറ്റി ഒരു വീഡിയോയും ഇടണം, അത് കള്ളമാ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് സ്മൃതിയുടെ ആവശ്യം. അതെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് സ്മൃതിയെക്കുറിച്ച് പറഞ്ഞ ആരോപണം വെറും ആരോപണമാണെന്നിട്ടുള്ള സാധനം ഇടണം. പുള്ളിക്കാരി അതിന് തയ്യാറായില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വോയിസ് മെസ്സേജ് ഒക്കെ ഇട്ടു. അതിനുശേഷം സ്മൃതി വീണ്ടും വെച്ചേക്കുന്നു, ജസ്നെ എന്തിനാണ് കള്ളത്തരം പറയുന്നത്, കള്ളം പറയുന്നത് എന്ത് മോശം. അതിനുശേഷം അയച്ച മെസ്സേജുകളെല്ലാം ഡിലീറ്റ് ആക്കി കളഞ്ഞു. ഇനി നമുക്ക് ജസ്ന സലീമിലേക്ക് പോവാം. ഈ ജസ്ന സലീം ആരോപണങ്ങളാണ് പറയുന്നത്, അല്ലെങ്കിൽ കിംവദന്തികളാണ് പറയുന്നത്, അതും അല്ലെങ്കിൽ വ്യാജ പ്രചാരണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് ഈ ജസ്ന തന്നെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. കിട്ടുന്ന ഇൻകം മാത്രം, അത് ഒരുത്തൻ്റെ ലൈഫ് തൊലിഞ്ഞാലും കുഴപ്പമില്ല, യൂട്യൂബിലെ ഇൻകം മാത്രമേ അവർ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഈ അധ്വാനിച്ച് ജീവിക്കുന്നവരെ ചൊറിയാൻ വരുന്ന കുറച്ച് ആൾക്കാർ. ഇവരെ കുറിച്ച് പറയുന്നല്ലോ കേട്ടോ, ഇവര് സ്മൃതിയെ കുറിച്ചിട്ടൊക്കെ പറയുന്നതാണ്. നമുക്കിത് കേൾക്കുമ്പോൾ സ്വന്തമായിട്ട് സെൽഫ് ട്രോൾ പോലെ തോന്നും. അങ്ങനെയല്ല, മറ്റൊരാളെ കുറിച്ച് പറയുന്നത് കേട്ടാ. അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ തിരിച്ചും പറയാൻ പോവുകയാണ്. അവരെങ്ങനെയാണോ നമ്മളെക്കുറിച്ച് വ്യാജ പ്രചരണം നടത്തുന്നത് അതിൻ്റെ ഇരട്ടിക്ക് ഞാൻ തിരിച്ചും ചെയ്യാൻ പോവാണ്. അവരെങ്ങനെയാണോ നമ്മളെക്കുറിച്ച് വ്യാജ പ്രചരണം നടത്തുന്നത് അതേപോലെ നമ്മൾ തിരിച്ചും വ്യാജ പ്രചരണം നടത്താൻ പോവാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരു പബ്ലിഷ് ചെയ്യാണ്. ഞാൻ ചെയ്യാൻ പോകുന്ന വ്യാജ പ്രചരണമാണേ. എല്ലാവർക്കും മനസ്സിലായല്ലോ ഞാൻ ചെയ്യാൻ പോകുന്ന വ്യാജ പ്രചരണമാണെന്നുള്ള കാര്യം. ഇനിയും ഞാൻ കുറേ വ്യാജ പ്രചരണം അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് പറയും. ഇതാണ് ഞാൻ ആദ്യം ചോദിച്ചത്, ഇവർ ശരിക്കും ഭ്രാന്തിയാണോ, അല്ല ഇവർക്ക് ശരിക്കും ബുദ്ധിയുണ്ടോ, അതോ ഇവർ ബുദ്ധി ഇല്ലാതായിട്ട് അഭിനയിക്കുകയാണെന്ന് എനിക്കിത് കണ്ടിട്ട് തോന്നിയില്ല. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യൂ. കര കയറി പോരാൻ പറ്റരുത്, അങ്ങനത്തെ രീതിയിലായിരിക്കണം. കാരണം എന്നെക്കുറിച്ച് വ്യാജ പ്രചരണം നടത്തിയിട്ട് ഞാൻ മരണത്തിൻ്റെ വക്കിൽ വരെ എത്തിയിട്ടും തിരിച്ചു വന്നൊരു വ്യക്തിയാണ്. പക്ഷെ എനിക്കൊരു നിയമ നടപടികളോ ഒരു നിയമത്തിൻ്റെ കൈസഹായങ്ങളോ എനിക്കുണ്ടായില്ല. എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത്? നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ കറക്റ്റ് ആയിരിക്കണം, നമ്മൾ കാട്ടിക്കൂട്ടുന്ന കാട്ടായം കറക്റ്റ് ആയിരിക്കണം. നിങ്ങൾ മൊത്തവും കാണിക്കുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. കണ്ണൻ്റെ മുമ്പിൽ പോയി ഫോട്ടോ എടുക്കരുതെന്ന് പറഞ്ഞു അതിലോട്ട് ജൂം പോയി എടുത്തു, മാല ഇടരുതെന്ന് പറഞ്ഞു മാലയിട്ട്, മുട്ടയിട്ട കൈക്കെടുത്തിട്ട് മുറിക്കുന്നത്. നിങ്ങൾ മൊത്തം ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ചെയ്യുന്നത് മൊത്തവും സാത്താൻ പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ വ്യാജ പ്രചരണം നടത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നത്. അപ്പോൾ നടത്തിയിട്ടില്ല കുറേ വ്യാജ പ്രചരണം കൂടെ നമുക്ക് കേൾക്കാം. മറുപടി കൊടുക്കാവുള്ളൂ. രണ്ടുപേർക്ക് ഞാൻ മറുപടി കൊടുത്തു. അവര് ഉളുപ്പും മാനവും ഉള്ള അച്ഛനമ്മമാർക്കാണ് അവർ ജനിച്ചതെങ്കിൽ ഇനി അവർ വ്യാജ പ്രചരണം നടത്താൻ വരില്ല. കാരണം അവർക്ക് അതിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. അതിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അതായത് അവർ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിച്ചതാണെങ്കിൽ വ്യാജപ്രചരണം നടത്തത്തില്ലെന്ന് ഇവർ പറയുന്നത്. എന്ത് ചെയ്തിട്ട് പറയുന്നത്? നമുക്കെതിരെ വ്യാജപ്രചരണം നടത്തിയുണ്ട്, അവർക്കെതിരെ ഞാനൊരു വ്യാജപ്രചരണം നടത്തിയിട്ട് പറയുവാണ് അവർ നല്ല തന്തയ്ക്കും തള്ളയ്ക്കുള്ളതാണ് വ്യാജപ്രചരണം നടത്തിയിട്ടുണ്ട്. ഞാൻ കൂടുതൽ വ്യക്തമാക്കണ്ടല്ലോ, കാര്യം എല്ലാവർക്കും പിടികിട്ടിയല്ലോ. ബാക്കിയേക്കാം. കുറിച്ച് വ്യാജപ്രചരണം നടത്തുമ്പോൾ നമുക്കും നമ്മുടെ ഫാമിലിക്കും നമ്മുടെ കുട്ടികൾക്കും അതെങ്ങനെയൊക്കെ ബാധിക്കുമെന്നുള്ളത് ആ ഒരൊറ്റ വീഡിയോ കൊണ്ട് അവർക്ക് മനസ്സിലാവും. പിന്നെ മനസ്സിലാവാത്തവർ ഇത് ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടേ, ഈ സ്മൃതിക്ക് കുട്ടിയില്ലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത കാലഘട്ടം തെറ്റിപ്പോയി, കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ട് ചെയ്യാൻ. നമുക്ക് ബാക്കിയേക്കാം. ചില സ്ത്രീകൾക്ക് അവരുടെ കുടുംബത്തിൽ അടിവേരിന് പ്രശ്നം ഉണ്ടാവുന്ന രീതിയിൽ നമ്മൾ മറുപടി കൊടുക്കണം. അപ്പേ അവർക്ക് മനസ്സിലാവും.
അതായത് ഒരു സ്ത്രീ പറയാണ് മറ്റൊരു സ്ത്രീയുടെ കുടുംബത്തിൻ്റെ അടിവേര് തകർക്കുന്ന പോലത്തെ പ്രശ്നങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് പറയണം. ഇനി ഈ പറയുന്ന സ്ത്രീ ആരാ? നാട്ടുകാർക്കെല്ലാം കണ്ണൻ്റെ പടം വരച്ച് വിൽക്കുന്ന സ്ത്രീ. അതായത് ഒരു ചൊല്ലുണ്ട്, മനസ്സിൽ കുഷ്ഠം വെച്ചിട്ട് എത്ര ഫോട്ടോയ്ക്ക് ഫ്രെയിം ചെയ്തിട്ടും ദൈവത്തിൻ്റെ ഫോട്ടോയ്ക്ക് ഫ്രെയിം ചെയ്തിട്ടും കാര്യമില്ലെന്ന്. വരെ ഉദ്ദേശിച്ച സാധനം. നിങ്ങൾ മനസ്സിൽ ഇത്രയും ദുഷിപ്പും വെച്ചുകൊണ്ട് നിങ്ങൾ ഈ കണ്ണൻ്റെ പടം വരച്ച് വിറ്റ് കഴിഞ്ഞാൽ, പ്രിയ സുഹൃത്തെ, നിങ്ങൾക്കതിൽ പണം എന്നൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് യൂട്യൂബറെ വിമർശിക്കാൻ യാതൊരു കാര്യമില്ല. നിങ്ങൾക്ക് സ്മൃതിയെ വിമർശിക്കണോ? അവർ ചെയ്യുന്ന കണ്ടന്റ് എടുത്ത് വെച്ചിട്ട് അവരുടെ വായിൽ നിന്ന് സ്ലിപ്പായ സാധനം എടുത്തിട്ട് അലക്കവരെ, അല്ലാതെ വായി തോന്നുന്ന സാധനം വിളിച്ച് പറയല്ല ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ക്രെഡിബിലിറ്റി ഇല്ല. ഉള്ള ക്രെഡിബിലിറ്റിയും കൂടെ തകർക്കുന്ന സാധനങ്ങൾ തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇവർ തന്നെ പറയും, ഞാൻ വ്യാജപ്രചരണം നടത്താറുണ്ട്, എൻ്റെ വ്യാജപ്രചരണത്തിൽ അവരുടെ കുടുംബം തകരണം, പക്ഷേ സ്മൃതി അവിടെ ആശുപത്രിയിൽ പോയി ഗർഭം ഇതാക്കി. ഒരു കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നൊക്കെ വിളിക്കായിരുന്നു. അതുമില്ല. അവരെക്കുറിച്ച് ഞാൻ ഇത്രയും കാലം പറഞ്ഞ വ്യാജപ്രചരണങ്ങൾ അവരുടെ ലൈഫിനെ എത്രമേൽ ബാധിച്ചിരുന്നു എന്നുള്ളൂ, അവരെക്കുറിച്ച് ഇത്രയും നാൾ ഞാൻ പറഞ്ഞിരുന്ന വ്യാജപ്രചരണങ്ങൾ അവരുടെ ലൈഫിൽ എത്രമേൽ ബാധിച്ചിരുന്നു. ഈ വീഡിയോയിൽ തന്നെ, അതായത് ഇവരുടെ ഞാൻ ഈ എടുത്ത ക്ലിപ്പിൽ തന്നെ ഇവർ എത്ര തവണ ഇവർ വ്യാജപ്രചരണം നടത്തി എന്ന് പറയുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ ഉണ്ടെങ്കിലോ, അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഫാമിലിയെ എത്രത്തോളം ബാധിച്ചിരുന്നു എന്നുള്ളൂ. നിങ്ങൾ എന്നെ നോക്കണ്ട, എൻ്റെ ചുറ്റിലുള്ള 2 മക്കളുണ്ട്. ഈ ചുറ്റിനുള്ള 2 മക്കൾക്ക് നിങ്ങൾ കൊടുക്കുന്ന മാതൃക എന്താ? കൈമുറിച്ച് മഹത്യക്ക് ശ്രമിക്കുന്നു, ലൈവ് ഓപ്പൺ ആയിട്ടിരുന്ന് അരുണേട്ടോ അവരെ ചീത്ത വിളിക്കാരുണേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ചീത്ത വിളിക്കുന്നു. മറ്റേ താത്തയുടെ മോൻ്റെ നഗ്ന വീഡിയോയും മോളും കൂടുള്ള വീഡിയോ ഞാൻ കണ്ടില്ല. ഇതാണോ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന മാതൃക? നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തോന്നിവാസത്തരം കാണിച്ചിട്ടാണ് പലരും വിളിച്ച് പറയുന്നത്. അത് മനസ്സിലാക്കണം. നമ്മൾ എത്ര യൂട്യൂബേഴ്സ് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആരും കുറ്റം പറയുന്നില്ല. ചെറ്റത്തരം കാണിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത്. നോട്ട് ദിസ് പോയിന്റ് പറയണോ, ബാക്കിയേക്കാം. മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സംഭവം നിങ്ങൾക്ക് ആർക്കും ഉണ്ടെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഉള്ളത് പറയണം. ഉള്ളത് പറയുകയാണെങ്കിൽ ആരും ഉണ്ടാവും. എടോ, താങ്കളല്ലയോ ഇപ്പൊ ഞാൻ വ്യാജപ്രചരണം നടത്താൻ പോവാണ് എന്നൊക്കെ പറഞ്ഞത്. എന്നിട്ട് ഇവര് പറയുകയാണ് അങ്ങനെ. എന്താണ് ഇങ്ങനെ? വ്യാജപ്രചരണം നടത്തുമ്പോൾ അതിൻ്റെ ആയം എത്രമേലാണെന്നുള്ളത് ഒരിക്കലെങ്കിലും മനസ്സിലാക്കണേ. നിങ്ങളെക്കുറിച്ച് വ്യാജപ്രചരണം വരണം. ആഹാ, എന്താ അടിപൊളി സിദ്ധാന്തം. എന്നെക്കുറിച്ച് വ്യാജപ്രചരണം നടത്തി, ഈ സ്മൃതി വ്യാജപ്രചരണം നടത്തിയത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. നിങ്ങളാരും കണ്ടിട്ടുണ്ട്? കമന്റ് ഇട്. ആവശ്യം നിങ്ങളറിയണേ, നിങ്ങളെക്കുറിച്ച് വ്യാജപ്രചരണം നടക്കണം. ഞാൻ നിങ്ങളെക്കുറിച്ച് വ്യാജപ്രചരണങ്ങൾ നടത്തും. പക്ഷെ അത് വ്യാജപ്രചരണമാണ്. പക്ഷെ സ്മൃതി ഏതോ സുജിത്ത് എന്ന് പറയുന്ന ചെറുക്കൻ്റെ കൂടെ കൊയിലാണ്ടി പോയിട്ട് എന്താ കണ്ടോ ചെയ്ത് വ്യാജപ്രചരണം. നിയമം എന്ന് പറയുന്നതൊക്കെ ഈ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കല്ലോ. ആ കൊച്ചു കൊയിലാണ്ടി വന്നിട്ടുണ്ടോയെന്നും ഇങ്ങനെ ഒരു ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെന്നും. വേറൊരു കാര്യം പറയട്ടെ, ഈ കുട്ടീനെ ഞാൻ ശ്രദ്ധിക്കാൻ കാരണം എല്ലാവരും ഈ പുള്ളിക്കാരി മൈഗ്രെയിൻ ആയിട്ട് പോയപ്പോഴാണ് സ്മൃതിനെ കണ്ടത്. മൈഗ്രെയിൻ ആയിട്ട് പോയപ്പോൾ എങ്ങനെയാണ് സ്മൃതി കണ്ടത്? മൈഗ്രെയിൻ ഇവിടെ, സ്മൃതി അവിടെ. കൊയിലാണ്ടിയിൽ എങ്ങനെ കണ്ടു? ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ ക്യാമറ ഉണ്ടെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ പറയുന്ന കള്ളമാണ് നിങ്ങൾ പെടും, സ്മൃതി പറയുന്ന കള്ളമാണ് സ്മൃതി പെട്ടും. ഓക്കെ, അപ്പോൾ തെളിവോടെ പ്രൂവ് ചെയ്യാൻ പറ്റും. സ്മൃതി ഓൾറെഡി കേസുമായിട്ട് മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞ്. ഇനി മൈഗ്രെയിൻ ആയിട്ട് വന്ന ആൾ എങ്ങനെയാണ് നമ്മുടെ ഈ സ്മൃതിനെ കണ്ടതെന്ന് പറയാൻ നമുക്ക് നോക്കാം. ചോദിക്കുന്നുണ്ട്, മൈഗ്രെയിൻ ആയിട്ട് കാണിക്കാൻ വന്ന ഞാൻ എങ്ങനെ ഗൈനക്കിനെ കാണിക്കുന്ന ഇവളെ കണ്ടു എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിനുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം ഞാൻ തരാം. ഞാൻ റിസപ്ഷനിൽ ഷീറ്റ് എടുക്കാൻ പോകുന്ന സമയത്താണ് എൻ്റെ മുമ്പിൽ ഒരു പയ്യൻ, സുധീഷ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യന് ഈ ടോക്കൺ കാമുകന് പേര് വിട്ടു കേട്ടോ, സുധീഷ് എന്ന പയ്യൻ്റെ പേര്. അപ്പോൾ വേറെ അരുണേട്ടൻ എന്നൊന്നും വിട്ടില്ല, സുധീഷ് എന്നേട്ടെ. അപ്പോൾ സുധീഷ് എന്ന് പറയുന്ന പയ്യനാണ് ഇതിനകത്തെ കൾപ്രറ്റ്. ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഷീറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പെണ്ണിൻ്റെ പേര് മാറ്റിയാണ് അവർ പറഞ്ഞത്. അപ്പോൾ മാറ്റി പറഞ്ഞ സമയത്ത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഹസ്ബൻഡ് നെയിം കൊടുത്തത് സുധീഷ് എന്ന് പറഞ്ഞിട്ടോ, സുധീഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ്റെ കൂടെയാണ് ഇവൻ വന്നത്. ഇനി അവൻ്റെ പേര് കറക്റ്റാണോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അവൻ ഷീറ്റ് എടുത്ത് വാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ കൊച്ചിനെ എവിടെയോ കണ്ട് പരിചയം ഉണ്ടല്ലോ എന്നപ്പോൾ എനിക്ക് തോന്നി ഇത് യൂട്യൂബർ അല്ലേ. അപ്പോൾ ഇതിൻ്റെ പേര് യഥാർത്ഥത്തിൽ എനിക്കറിയാം. ഇവിടുന്ന് ആ പയ്യൻ പറഞ്ഞ പേരല്ലല്ലോ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര്. അപ്പോഴാണ് ഞാനൊന്ന് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഞാൻ അവിടുന്ന് ഷീറ്റ് എടുത്ത് അപ്പോൾ ഞാനിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കിയ സമയത്താണ് ഗൈനക്കിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഓക്കെ, നമുക്ക് അവർ പറഞ്ഞ അതേ കഥയിൽ തന്നെ വരാം. ഇവർ ഭയങ്കര തലവേദന, മൈഗ്രെയിനായിട്ട് കൊയിലാണ്ടി ആശുപത്രിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ തലവേദന എടുത്തിട്ട് ഇങ്ങനെ വേദനിച്ച് ഇങ്ങനെ നോക്കുക, സ്മൃതി, യൂട്യൂബർ സ്മൃതി അതിലെ പോണത് കണ്ട്
യൂട്യൂബർ സ്മൃതി പോകുന്നുണ്ടപ്പോൾ യൂട്യൂബർ സ്മൃതിയുടെ പുറകെ പോയി, സുജിത്ത് എന്ന് പറയുന്ന പയ്യൻ്റെ കൂടെ പുറകെ പോയി ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്മൃതി കയറി. ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ സ്മൃതി ഗർഭം ഇതന്നെ സംഭവം. നിങ്ങൾ ഡോക്ടറിന്റെ ചെവിക്കകത്ത് കയറിയിരുന്നു, അല്ലെ അണ്ണാക്കി കയറിയിരുന്നു കേട്ടോ സ്മൃതിക്ക് ഇതാണെന്ന്. അവർ അങ്ങനെ പോയിട്ടില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവർ എന്ത് ആവശ്യത്തിന് പോയി നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഡോക്ടർ അവിടുന്ന് ഇവർ ജസ്റ്റിസ് സലീമിനെ കോൾ ചെയ്ത് ലൈവ് ആയിട്ട് കേൾപ്പിച്ചു. അവിടെ എന്താണ് സംസാരിച്ചിരുന്നത്, ഇന്ന പ്രൊസീജിയേഴ്സ് ആണ് ഞങ്ങൾ ഇവിടെ കണ്ടക്ട് ചെയ്തത്, ഇതാണ് ഞങ്ങൾ ചെയ്ത സർജറി. ജസ്റ്റിസ് സലീം ഹാപ്പി അല്ലേ? ജസ്റ്റിസ് സലീം ഹാപ്പി ആണല്ലോ അല്ലേ എന്ന് പറഞ്ഞ് തൃപ്തിപ്പെടുത്തി. വ്യാജപ്രചരണം നടത്താം ആശാനെ, പക്ഷേ നിങ്ങളുടെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. നിങ്ങൾക്കില്ല ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. സ്വന്തമായിട്ട് നാറാൻ ചിന്തിച്ചാക്ക് എങ്ങനെ വേണമെങ്കിലും നാറാൻ, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി വ്യാജപ്രചരണമാണെന്ന് ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. അത് വ്യാജപ്രചരണമാണെന്ന് സ്മൃതിക്കും അറിയാം, ഇത് കണ്ടിരിക്കുന്നത് നമുക്കും അറിയാം. ഇവരുടെ കമൻറ്റ് ബോക്സിൽ തന്നെ നോക്കിയത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നല്ല ആ സാധനം കുറച്ചും കൂടെ ആ സാധനങ്ങളുമായിട്ട് വരട്ടെ. സ്മൃതി ഇതിലൊന്നും തളരേണ്ട കാര്യമില്ല. ഇവർ പറയുന്നൊന്നും ആരും നമ്പാനൊന്നും പോകില്ല. ധൈര്യമായിട്ട് മുമ്പോട്ടോ മറ്റു വീഡിയോ ആയിട്ടാണ് വരെ.